കൽപ്പറ്റ നഗരസഭയിലെ 15-ാം വാർഡ് ഗ്രാമോത്ത് വയലിൽ നിന്നും LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഹരിത കെ. ഇത്തവണ 15-ാം വാർഡ് നിലനിർത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ താങ്കൾക്ക്? തീർച്ചയായും 100% ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എന്താണെന്ന് വെച്ചാൽ പഴയ കൗൺസിലർ നന്നായി പ്രവർത്തിച്ച ഒരു വാർഡാണ് 15-ാം വാർഡ്. അപ്പം അതിൻ്റെ തുടർച്ചയായിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ആളുകളാണെങ്കിൽ നമ്മളെന്നും കാണുന്ന ആൾക്കാരാണ്, അവർ നല്ല ഇതാണ് നമ്മോട് പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് നഗരസഭയിലെ ഒരു കൗൺസിലറായി മാറിയാൽ എന്തെല്ലാം കാര്യങ്ങൾ നാട്ടുകാർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? എനിക്ക് അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതാണ്. പിന്നെ ദിവസവും കാണുന്ന ആൾക്കാരാണ്, അവർക്ക് എപ്പോഴും വേണമെങ്കിലും എന്നെ വിളിക്കുകയോ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും പറയുകയും ചെയ്യുക. എപ്പോഴും ഞാൻ അവിടെ ഓടിച്ചെല്ലുന്നതാണ്. LDF 15-ാം വാർഡ് ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറിയായ വിജയേട്ടൻ നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് സ്ഥാനാർത്ഥിയെ പറ്റിയുള്ള പ്രതീക്ഷ? അതുപോലെ തന്നെ കഴിഞ്ഞ കൗൺസിലർ വാർഡിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്? സ്ഥാനാർത്ഥി കെ ഹരിത നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. 15-ാം വാർഡിലേക്ക് പറ്റിയ മുൻ കൗൺസിലർ തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തീകരിച്ച് മുന്നേറാൻ കഴിയുന്നൊരു സ്ഥാനാർത്ഥിയായിട്ടാണ് ഹരിത ഇപ്പോൾ അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഞങ്ങളെല്ലാം വീട് കയറുന്നുണ്ട്. ഈ കയറുന്ന വീടുകളിൽ നിന്നൊക്കെ നല്ല പ്രതികരണമാണ് ഉണ്ടാവുന്നത്. പിന്നെ മുൻ കൗൺസിലറെ വാർഡ് സെക്രട്ടറി ആയിരുന്നു ഞാനവിടെ കഴിഞ്ഞ ഇലക്ഷനിൽ. അപ്പോൾ അയാളെ പറ്റി കമറുസമാൻ ആവണം സ്ഥാനാർത്ഥി എന്നാണ് എല്ലാ വീട്ടുകാരും പറയുന്നത്. അപ്പോൾ ആ വാർഡിൽ വികസനങ്ങൾ, അവിടെ ഒരു ഉന്നതിയുണ്ട്. ആ ഉന്നതിയിൽ അന്ന് ഒരു വാട്ടർ കണക്ഷൻ, ഒരു ടേപ്പിൽ നിന്ന് നമ്മൾ ഒരു 5-6 കണക്ഷൻ എടുത്ത് നമ്മൾ വെള്ളത്തിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് 66-67 പിന്നെ കുടുംബങ്ങൾ അവിടെ ജീവിക്കുന്നുണ്ട്. 27 വോട്ടുള്ള പ്രായപൂർത്തിയായ ആൾക്കാർ തന്നെ അവിടെ ഉണ്ട്. പിന്നെ അവിടെ ഒരു ലോമാസ് ലൈറ്റ്, പിന്നെ 2 ബാത്റൂം ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ ഒരു ടാങ്ക് ഉണ്ടാക്കി കൊടുത്ത്, പിന്നെ ഇപ്പോൾ 2 ബാത്റൂം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന് ഉദ്ഘാടനം ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ ഇലക്ഷനിൽ അവിടെ വാർഡിൽ പ്രവർത്തിക്കുന്നത്. എന്താ വെച്ചാൽ ഇതിനിപ്പം കമറുസ്മാനെ പറ്റി ആർക്കും ഒന്നും പറയാനില്ല. അപ്പോൾ കമറുസ്മാൻ തന്നെയാണ് ഈ ഹരിത എന്ന് പറയുന്ന LDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി. ജീപ്പാണ് ചിഹ്നം. മുന്നേറാൻ കഴിയുന്നുണ്ട്. ആ വാർഡ് പിടിക്കും നിങ്ങൾ 100% പറയുന്നത്. കൽപ്പറ്റ മുനിസിപ്പൽ ഭരണത്തിനെതിരെ ഉള്ള ഒരു ജനമുന്നേറ്റ ഇലക്ഷനാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും കൽപ്പറ്റ മുനിസിപ്പാലിറ്റി ഇടതുപക്ഷം പിടിക്കൂ. ഈ കേരളത്തിൽ കൽപ്പറ്റ മുനിസിപ്പാലിറ്റി ഇവർ 5 വർഷം ഭരിച്ചിട്ട് കൽപ്പറ്റ ബസ് സ്റ്റാൻഡിന് കക്കൂസ് മാലിന്യങ്ങൾ ഇപ്പോൾ റോഡിലേക്ക് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുക. ഈ ബസ് കാത്ത് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു ബസ് സ്റ്റാൻഡ് വേറെ എവിടെയും ഉണ്ടാകുകയില്ല. ഇങ്ങനെ കക്കൂസ് മാലിന്യങ്ങൾ ഒളിച്ചിട്ട് അതിൻ്റെ മണവും അടിച്ചിട്ടാണ് ഇപ്പോൾ ജനങ്ങൾ ബസ് കയറാൻ പോകുന്നത്. അതും ചവിട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. കൽപ്പറ്റ ബ്ലോക്ക് ഓഫീസ് ഈ ബസ് സ്റ്റാൻഡിൽ കൂടെ ക്രോസ് ചെയ്ത് കയറി പോകണം. അവിടേക്ക് ഇതും ചവിട്ടിയാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഇവരെന്താ ചെയ്തത്? 5 കൊല്ലം കൊണ്ട് ഇവിടെ 3 ചെയർമാൻമാർ വന്നു. ഒരാഴ്ചയ്ക്ക് ഒരു ചെയർമാൻ. മുൻ ചെയർമാൻ വേറെ 2.5 കൊല്ലം ലീഗിനായിരുന്നു കൊടുത്തത്. പിന്നെ 2.5 കൊല്ലം കോൺഗ്രസ്സാണ് വരേണ്ടത്. ഈ ലീഗിൻ്റെ കാലാവധി തീരാനാവുമ്പോൾ UDFിലുള്ള ചെയർമാൻ തർക്കങ്ങൾ കൊണ്ട് പിന്നെ ലീഗിന് തന്നെ കിട്ടി. ഒരു 5-6 മാസം കൂടി ഭരണം. വളരെ മോശം ഭരണമായിരുന്നു. എങ്ങനെയാണ് പൊതുജനങ്ങളോട് ആരോട് ചോദിച്ചാലും ഈ ഭരണത്തിനെതിരെയുള്ള ഒരു ജനവികാരം ഈ ഇലക്ഷനിൽ ഉണ്ടാവും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സ്ഥാനാർത്ഥിയെ പറ്റി മുഹമ്മദ് കുട്ടിക്കാക്ക് എന്താ പറയാനുള്ളത്? സ്ഥാനാർത്ഥിയെ പറ്റി എനിക്ക് പറയാനുള്ളത്, കമറുസമാൻ ചെയ്തു വെച്ച ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇവർക്ക് കഴിയും എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. കാരണം എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫീൽഡിൽ വോട്ട് ചോദിച്ച് ഓരോ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴും അവർ ഞങ്ങളെ നല്ല രീതിയിലാണ് സ്വീകരിക്കുന്നത്. ഏത് രീതിയാണോ, ഞങ്ങൾക്ക് ഇങ്ങനൊരു സമീപനം ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ ഒരുപാട് 79 മുതൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതാണ്. ഇപ്പം ഞങ്ങൾ ഓരോ വാർഡിൽ ഈ ഹരിതയും കൊണ്ട് ചെല്ലുമ്പോൾ ഇവളറിയാത്ത വീടുകളും കുട്ടികളും ജനങ്ങളും ആ വാർഡിലില്ല എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം. പക്ഷെ ഈ വാർഡിൽ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കൽപ്പറ്റ നഗരസഭയിലെ തൊട്ടടുത്ത വാർഡിൽ നിന്ന് ജയിച്ചു വന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥി ഈ വാർഡിലൊന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ആ വാർഡിലേക്ക് വന്നിട്ട് ഇവിടെ മത്സരിക്കാൻ ആ സ്ഥാനാർത്ഥിക്ക് ആ പ്രദേശങ്ങൾ കയറി ഇറങ്ങാൻ പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. എന്നാൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എല്ലാ വീടുകളിലും കയറുകയും അവരെ പൊതുജനങ്ങളിൽ നിന്ന് നല്ല സ്വാധീന സങ്കല്പത്തോടെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് നല്ല രീതിയിൽ ഞങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ സ്ഥാനാർത്ഥി ആ വാർഡിൽ നിന്ന് നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്ഥാനാർത്ഥി ജയിച്ചു വന്നാൽ ആ സ്ഥാനാർത്ഥിയെ കൊണ്ട് വോട്ട് ചോദിക്കൽ മാത്രമല്ല, അതിൽ ഞങ്ങളെ കടമകൾ തീർന്നില്ല.
ആ സ്ഥാനാർത്ഥിയെ കൊണ്ട് വിജയിച്ച് വന്നാൽ ആ വാർഡിൽ വികസന പ്രവർത്തനം എന്തൊക്കെ ചെയ്യാനുണ്ടോ അത് ഞങ്ങൾ ആ സ്ഥാനാർത്ഥിയെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ചെയ്യിക്കും എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പൊതുജനങ്ങൾക്ക് ഇത് ഞങ്ങൾ മുന്നിൽ പറഞ്ഞ് തീർക്കുകയാണ്.